വീണ്ടും സ്വാഗതം. നിലമ്പൂരിൽ വോട്ടെടുപ്പ് ആരംഭിക്കാൻ ഇനി 12 മണിക്കൂറിൽ താഴെ മാത്രമാണ് ബാക്കിയുള്ളത്. രാവിലെ 7 മണിക്ക് തുടങ്ങുന്ന പോളിംഗ് വൈകിട്ട് 6 വരെയാണ്. പോളിംഗ് സ്റ്റേഷനുകളിൽ ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. പോളിംഗിനായുള്ള തയ്യാറെടുപ്പുകളുടെ ഒരുക്കങ്ങളുടെ വിശദാംശങ്ങൾ നൽകാൻ നിലമ്പൂർ ചന്തക്കുന്ന് GMLP സ്കൂളിലെ പോളിംഗ് ബൂത്തിൽ നിന്ന് ഞങ്ങളുടെ പ്രതിനിധി മുഹമ്മദ് ഷംസീർ ഉണ്ട്. ഷംസീർ ഉള്ളത് ഒരു പോളിംഗ് ബൂത്തിലാണ്. ഇപ്പോൾ പോളിംഗ് സാമഗ്രികളൊക്കെ നേരത്തെ തന്നെ അവിടെ എത്തിച്ചു കഴിഞ്ഞു. എല്ലാ തരത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറെടുപ്പുകളും പൂർത്തിയാണ്. ഷംസീർ, എന്തൊക്കെയാണ് മുന്നൊരുക്കങ്ങൾ? എവിടെയൊക്കെയാണ് പ്രശ്നബാധിത ബൂത്തുകളുള്ളത്? ആദിവാസികൾക്ക് വോട്ട് ചെയ്യാൻ പ്രത്യേകം സൗകര്യം ഒരുക്കിയതായുള്ള വിവരങ്ങളൊക്കെ ഉണ്ട്. അതെവിടെയാണ്? ഒരു സമഗ്രമായ വിവരം പറയും. സൈഫു, ഞാനിപ്പോൾ നിൽക്കുന്നത് ചന്തക്കുന്ന് GMLP സ്കൂളിലെ പോളിംഗ് സ്റ്റേഷനിലാണ്. ഈ സ്കൂളിൽ മാത്രം 5 ബൂത്തുകളാണ് തയ്യാറാക്കിയിരിക്കുന്നത്. ഇവിടെ ഒരുക്കങ്ങളെല്ലാം തന്നെ അവസാന ഘട്ടത്തിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ പോളിംഗ് സ്റ്റേഷന് മുൻവശത്തായി ഈ ചുമരിൽ തന്നെ കൃത്യമായി സ്ഥാനാർത്ഥികളുടെ പേരുകൾ ക്രമത്തിൽ തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 10 സ്ഥാനാർത്ഥികളാണുള്ളത്. പോളിംഗ് ബൂത്തിന്റെ നമ്പർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ 5 ബൂത്തുകൾ ഈ സ്കൂളിൽ മാത്രമുണ്ട്. പോളിംഗ് സ്റ്റേഷൻ അകത്ത് ഉദ്യോഗസ്ഥർ അവസാന വട്ട തയ്യാറെടുപ്പിൽ കൂടിയാണ്. നാളെ രാവിലെ 5:30 മോക്ക് പോൾ തുടങ്ങുന്നതിന് മുൻപുള്ള അവസാനപ്പെട്ട തയ്യാറെടുപ്പിലാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരുള്ളത്. ഇതുപോലെ 263 പോളിംഗ് ബൂത്തുകളാണ് മണ്ഡലത്തിലാകെ സജ്ജീകരിച്ചിട്ടുള്ളത്. 1301 പോളിംഗ് ഉദ്യോഗസ്ഥരും ഈ വിവിധ ബൂത്തുകളിലായി സേവനത്തിനുണ്ടാകും. ഈ സുരക്ഷയുടെ ഭാഗമായി 11 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ വിവിധ ഇടങ്ങളിലായുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ സുരക്ഷ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. 11 പ്രശ്ന സാധ്യതാ ബൂത്തുകൾ മണ്ഡലത്തിലുണ്ട് എന്നുള്ളതാണ്. 1200 പോലീസ് ഉദ്യോഗസ്ഥരെ കൂടി സുരക്ഷയുടെ ഭാഗമായി വിന്യസിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, നേരത്തെ സേഫ് സൂചിപ്പിച്ച പോലെ തന്നെ ആദിവാസി മേഖലകളിൽ ഉൾപ്പെടെ, ഈ വനമേഖലയിൽ ഉൾപ്പെടെ വോട്ട് ചെയ്യാനുള്ള സൗകര്യങ്ങൾ കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും എല്ലാ സജ്ജീകരണങ്ങളും ഇവിടെ പൂർത്തിയായി കഴിഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ ഇവിടെ എത്തി സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ വിലയിരുത്തുന്ന കാഴ്ചകൾ കൂടിയാണ് കാണുന്നത്. ഈ മണ്ഡലത്തിലാകെ 2,32,000-ലേറെ വോട്ടർമാരാണ് ആകെയുള്ളത്. ഇതിൽ കൂടുതൽ വനിതാ വോട്ടർമാരാണെന്ന പ്രത്യേകത കൂടിയുണ്ട്. 1,18,000-ലേറെ വനിതാ വോട്ടർമാരാണ് മണ്ഡലത്തിൽ ഉള്ളത്. 1,13,000 ചില്ലാനം പുരുഷ വോട്ടർമാരുമാണ് മണ്ഡലത്തിലുള്ളത്. ഇതിൽ 7,787 പുതിയ വോട്ടർമാരുണ്ട് എന്നുള്ളതും പ്രധാനമായി നമ്മൾ കാരണം ഈ തെരഞ്ഞെടുപ്പിലെ വിധിയെ നിർണ്ണയിക്കുന്ന പ്രധാനപ്പെട്ട ഘടകം കൂടിയായി അത് മാറും. കാര്യം നമുക്കറിയാം, ത്രികോണ മത്സരമായതുകൊണ്ട് തന്നെ ചെറിയ ഭൂരിപക്ഷത്തിനോ ആയിരിക്കാം വിജയം എന്ന വിലയിരുത്തൽ കൂടി ഉള്ളപ്പോഴാണ് 7,200 പുതിയ വോട്ടർമാർ കൂടി. ഏതായാലും പോളിംഗ് സ്റ്റേഷനുകളെല്ലാം തന്നെ പൂർണ്ണമായി സജ്ജമായി കഴിഞ്ഞു. സേഫു.